ഹലോ. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജൂലൈ എൻഡ് വരെ എത്തിയിരിക്കുന്നു. ഓൾമോസ്റ്റ് ഹാഫ് ഇയർ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഓഗസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരണത്? എന്ത് എനർജീസാണ് വരാൻ പോണത്? അതിൻ്റെ മുമ്പേ ജൂലൈയിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് ലെറ്റ് ഗോ ചെയ്യാൻ പറയണത്? അതും നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ എനർജി വരണതും ആൻഡ് പഴയ എനർജി നിങ്ങളോട് നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടണതാ എന്താണ് വിട്ടു പോകേണ്ടതെന്ന് അത് നമ്മൾക്ക് നോക്കാം, എന്താ മെസ്സേജസ് വരണേന്ന്. ഓഗസ്റ്റ് തുടങ്ങണ മുമ്പേ നമ്മൾക്ക് പ്രിപ്പയർ ചെയ്യാം, എന്താ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നോക്കാം. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം, എന്താ മെസ്സേജസ് വരണേന്ന് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജൂലൈയിൽ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജൂലൈയുടെ എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ഒരു കൺഫ്യൂഷൻ്റെ എനർജി ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ചോയ്സ് ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്, കുറേ ഒരു ടോക്സിക് എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എങ്ങനെയാണ് പുറത്തു വരണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കും, അതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ. അതല്ല വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എന്താ ചെയ്യണ്ടേ, എന്താ വെച്ചാൽ പ്രാക്ടിക്കലി നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യണ്ടേന്ന്. പക്ഷേ ഇമോഷണലി നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ പുറത്തു വരാൻ പറ്റില്ല. കുറേ ഒരു പേടിയുണ്ട്, എന്താ വെച്ചാൽ ഒരു സ്റ്റെപ്പ് എടുത്താൽ അതെങ്ങനെയാണ് നിങ്ങളെ ബാധിക്കാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ ഞാനിപ്പോൾ ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ജൂലൈയിൽ എന്താണ് നിങ്ങൾ വിട്ടു പോണത്? ജൂലൈ മാസത്തിൽ ജൂലൈ എൻഡ് ആവുമ്പോഴേക്കും എന്താ നിങ്ങൾ വിട്ടു പോണത്? ഞാൻ കാണുന്നത് ഈ ഒരു ഐസൊലേഷൻ എനർജി ഉണ്ട്. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഒരു ഡിഫിക്കൾട്ട് എനർജി ആണ് ഇപ്പോൾ നടക്കണത്. കുറേ ഒരു ഡിഫിക്കൾട്ട് സമയമായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ കുറേ ഒരു എന്താ പറയുക, ഒരു സിറ്റുവേഷന് പുറത്തു വരാൻ പറ്റാത്ത ഒരു സ്ഥിതി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്തുനിന്നും കുറച്ച് കട്ട് ഓഫ് ചെയ്തു. ആരുടെ കൂടിയും അത്ര ഒരു കണക്ഷൻ ഇല്ലാത്ത മാതിരിയാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു ഐസൊലേറ്റഡ് എനർജിയിലായിരുന്നു നിങ്ങൾ ആരുടെ കൂടിയും ഒന്നും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഒരു പോസിറ്റീവ് തരത്തിൽ പുറത്തു വരണു. ഓക്കെ, ഞാൻ കാണുന്നത് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് ഈ സിറ്റുവേഷനിൽ. ആൻഡ് അതോടെ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടു പോകാനുള്ള ഒരു എനർജിയിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ സൈക്കിൾ കംപ്ലീറ്റ് ആവാൻ പോണത്? ഈ സ്റ്റാഗ്നേഷൻ, നിങ്ങളിപ്പോൾ ഫീൽ ചെയ്യണ ഈ സ്റ്റാഗ്നൻ്റ് എനർജി നിങ്ങൾ വിട്ടു പോകണു. എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷന് പുറത്തു വരാനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ കാണുന്നുണ്ട്. ഇത് വരണത് ഒരു സഡൻലി ആണ് വരണേ. ആൻഡ് ഈ പ്രോബ്ലം നിങ്ങളുടെ ഏതും ഏരിയയിലാവാം, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിലാവാം, റിലേഷൻഷിപ്പിലാവാം, ഫാമിലി ലൈഫിലാവാം, കരിയറിലാവാം, ബിസിനസ്സിലാവാം, ഹെൽത്തിലാവാം. അപ്പോൾ ഇത് എന്താ ഇഷ്യൂ ഇല്ലച്ചാൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് അതിൻ്റെ എന്തോ ഒരു സൊല്യൂഷൻ കിട്ടാൻ പോകുന്നുണ്ട് ജൂലൈ എൻഡ് ആവുമ്പോഴേക്കും. അതോടെ നിങ്ങൾക്ക് ഈ സിറ്റുവേഷന് പുറത്തു വരാനുള്ള ഒരു സ്റ്റെപ്പ്, ഒരു മാർഗം കിട്ടും. അതുമാത്രമല്ല ഒരു പുതിയ തുടക്കമുണ്ട്. ആൻഡ് ഇത് വരണത് ഉടനെയാണ്, പറഞ്ഞ ഒരു സഡൻ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ആണ് അത് വരണത്. ഞാനിവിടെ എന്തോ ഒരു പാസ്റ്റിൻ്റെ എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മേ ബി നിങ്ങളെ അറിയണ ആരോ തിരിച്ചു വരേണ്ട നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആവാം, ഒരു ഫ്രണ്ട് ആവാം, ഇല്ലച്ചാൽ എന്തോ ഒരു ഗൈഡിൻ്റെ എനർജി ആവാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ തരത്തിൽ ഒരു സിറ്റുവേഷന് പുറത്തു വരാൻ പറ്റുന്നു. അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ നിങ്ങളുടെ പാസ്റ്റിന് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ജൂലൈ മാസത്തിൻ്റെ ഏറ്റവും വലിയ ലെസൺ എന്തായിരുന്നു? കോൺഫിഡൻസ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾക്ക് എന്തും വേണമെന്ന് വെച്ചാൽ ഹാൻഡിൽ ചെയ്യാവുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ് തരണത്. ആ ഒരു ലെസണാണ് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്താ വെച്ചാൽ ഈ മാസം ആൻഡ് ഇതിൻ്റെ മുമ്പേയും ഞാൻ കാണുന്നത് ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഈസി ആയിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ കുറേ കോൺഫിഡൻ്റ്ലി ആണ് മുമ്പോട്ടേക്ക് പോകണേ. ഒരു
കുറച്ചൊരു സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ എല്ലാം കാര്യത്തിലും നിങ്ങൾ നല്ല പോലെ എല്ലാത്തിനും ബാലൻസ് ചെയ്തിട്ടാണ് മുമ്പോട്ടേക്ക് പോണേ. അപ്പോൾ എങ്ങനെയാണ് ലൈഫിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, ചില സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് ശരിയാക്കേണ്ടത്, എല്ലാത്തിനും അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. അതാണ് ജൂലൈ നിങ്ങൾക്ക് പഠിപ്പിച്ചണേ. ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റിൽ. അപ്പോൾ നമ്മൾക്കിപ്പോൾ അടുത്തത് അത് ചോദിക്കാം. എന്ത് എനർജിയാണ് ഓഗസ്റ്റിലേക്ക്, എന്ത് എനർജി കൊണ്ടാണ് നിങ്ങൾ ഓഗസ്റ്റിലേക്ക് പോണത്? ഒരു ബാലൻസ്ഡ് എനർജിയിലാണ് നിങ്ങൾ പോണത് മുമ്പോട്ടേക്ക്. അപ്പോൾ ജൂലൈ എൻഡ് ആവുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ മാതിരി ആ ബാലൻസ് തിരിച്ചു വരണു. എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു, നിങ്ങളൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നുണ്ട്, പക്ഷേ അതൊക്കെ ഒരു വിട്ടിട്ട് നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാണ്. കുറേ എക്സ്പെക്റ്റേഷൻസും ഉണ്ട്, ഒരു പ്രതീക്ഷ ഉണ്ട്, അതെല്ലാം ശരിയാവുമെന്ന് ഒരു ഹോപ്പുണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് എനർജി വരാൻ പോണത്, ഏതോ എനർജിയാണ് ഓഗസ്റ്റിൽ നിങ്ങളെ എംബ്രേസ് ചെയ്യാൻ പോണത്? അപ്പോൾ ഓഗസ്റ്റിൽ പോകുമ്പോഴേക്കും ഞാൻ കാണുന്നത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഓപ്ഷൻസിൻ്റെ ചാൻസസും ഉണ്ട്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോവാണ് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് കുറേ ഒരു സ്പീഡിലാണ് മുമ്പോട്ടേക്ക് പോകണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് എന്താണ് ആദ്യം ചെയ്യേണ്ടത്, എവിടെയാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് കുറേ പാഷൻ്റെ എനർജിയാണ്, കുറേ ഒരു എക്സൈറ്റിംഗ് എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ ട്രാവൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഓഗസ്റ്റിൽ. അതുമാത്രമല്ല, ഒരു എന്താ പറയുക, നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുമ്പോട്ടേക്കാണ് പോണത്. അപ്പോൾ കുറച്ചൊരു നെർവസ്നെസ്സും ഉണ്ട്. ബട്ട് ഒരു പുതിയ തുടക്കമായതുകൊണ്ട് നിങ്ങൾ കുറേ റീസേർച്ചാണ് ചെയ്യണത്, കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു പുതിയ സ്റ്റുഡൻറ്റിൻ്റെ മാതിരി കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണു. ഓക്കെ, അപ്പോൾ നല്ല ഒരു ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ പഠിക്കാൻ മാത്രമല്ല, ഒരു ഇമോഷണൽ ഓപ്പണിങ്ങും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇമോഷണലി, പ്രാക്ടിക്കലി, പിന്നെ സ്റ്റേബിലിറ്റി വൈസ് എല്ലാത്തിലും ഒരു പുതിയ തുടക്കമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സിലും കരിയറിലും ഞാൻ കാണുന്നത് ഒരു നല്ല പ്രോഗ്രസ്സാണ് ഉണ്ടാവണേ. ആൻഡ് പാസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞ മാതിരി ആ സ്റ്റോറി, നിങ്ങളുടെ ഡിഫിക്കൾട്ട് സമയം ഇപ്പോൾ തീർന്നു. ഇപ്പോൾ വരാൻ പോണ സമയം ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമാണ് കൊണ്ടുവരണേ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റിൻ്റെ ഏറ്റവും വലിയ എനർജി ഞാൻ ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ആണ് കാണുന്നത്. അപ്പോൾ എന്താണ് ഫൈനൽ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയണത് പാസ്റ്റിൻ്റെ ഇപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ ക്ലോസ് ഔട്ട് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. പാസ്റ്റിൽ നിങ്ങൾ കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, കുറേ വഴക്കുണ്ടായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്കൊന്നും ഗെയിൻ ചെയ്യാനില്ല. അവിടെ നിങ്ങൾ എത്രയും എഫേർട്ട് ഇട്ടാലും അത് ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണു. അതുകൊണ്ട് നിങ്ങൾ വിട്ടു പോവാണ് എന്തോ, അതിൽ നിങ്ങൾക്കൊരു ലോ ഫീലിംഗ് ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു ലോസ് ആണെന്ന്. പക്ഷേ ഞാൻ കാണുന്നത് ഇവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലോസ് അല്ല. എന്താ വെച്ചാൽ വരാൻ പോവാണ ഒരു എനർജി എന്താ വെച്ചാൽ അത് മുമ്പത്തെ എനർജി കാട്ടിലും 100 times ബെറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലേക്കാണ് പോണത്. കുറേ ക്ലാരിറ്റിയുടെ എനർജിയിലേക്കാണ് പോണത്, കുറേ കോൺഫിഡൻസിൻ്റെ എനർജിയിലേക്കാണ് പോണത്. അപ്പോൾ വരാൻ പോണ സമയം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓഗസ്റ്റ് തൊട്ടിട്ട് ഒരു നല്ല സമയമാണ്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ജൂലൈ വിടുമ്പോഴേക്കും അത് എനിക്ക് ഇത്ര നഷ്ടമായി, ഞാൻ ഇത് എൻ്റെ ലൈഫിന് മിസ്സായി പോയി, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷേ ആ ഫീലിംഗ് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഫ്യൂച്ചറിൽ എന്താ ഉണ്ടാവാൻ പോണേന്ന്. എനിക്കറിയാം. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കാർഡ്സ് അങ്ങനെയാണ് കാണുന്നത്. ആ ഫ്യൂച്ചർ എനർജി വരുമ്പോൾ നിങ്ങൾ പാസ്റ്റിനെ ടോട്ടലി മറന്നിട്ടാണ് ഫ്യൂച്ചറിലേക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്റ്റഡി ക്ലൈംബർ വന്നിട്ടുണ്ട്. യു ആർ ബിൽഡിംഗ് സംതിങ് റിയൽ, ട്രസ്റ്റ് ദ ടീം, honor your skills, celebrate progress, foundation laid with love lasts the longest. അപ്പോൾ യൂണിവേഴ്സ് പറയണത് ഇത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണ്. നിങ്ങൾ ഓഗസ്റ്റിൽ എന്തോ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യണു. അതിൻ്റെ തുടക്കം ഓഗസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസേഴ്സ്.
അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് റിലാക്സ് ചെയ്യാന്നാണ് പറയണത്, മെഡിറ്റേറ്റ് ചെയ്യാൻ പറയണു, റൊമാൻസ് ഇവിടെ കാണാണ്ട്. അപ്പോൾ ഓഗസ്റ്റിൽ റൊമാൻസ് ഉണ്ടാവാം. പിന്നെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഡെവലപ്പ് ആവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, കുറേ എക്സൈറ്റിംഗ് ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ പ്ലീസ് ക്ലെയിം ചെയ്യുക റീഡിങ്ങിനെ. കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക, യെസ് എന്ന് എഴുതുക. ആൻഡ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോനെ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.